10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ദേശവും എഴുത്തും എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കൂ നിങ്ങൾ, പിറന്ന നാടിൻ പെരുമയിൽ എന്ന് പറയുന്ന 4ാമത്തെ യൂണിറ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാണ് എന്ത്, ദേശവും എഴുത്തും അല്ലേ. മറ്റേത് നാട്ടിൽ പറിച്ചു നട്ടാലും എൻ പൊട്ടിയ നാരായ വേരിൻ്റെ അറ്റത്ത് പൊട്ടി ചിനച്ചു തഴയ്ക്കാൻ കൊതിപ്പു ഞാൻ മങ്ങാതെയുണ്ടൻ മനസ്സിൽ ആളുമീ മണ്ണിൽ കിളിർക്കും കിനാക്കളും പൂക്കളും. മറുനാട്ടിലേക്ക് NK ദേശം എഴുതിയ ഒരു കവിതയുടെ ഭാഗമാണ്. എത്രയൊക്കെ പറിച്ചു നട്ടാലും എവിടെയൊക്കെ പലായനം ചെയ്യപ്പെട്ടാലും പിറന്ന നാടിൻ്റെ പെരുമ എന്താണ്, എൻ്റെ തൂലികത്തുമ്പിൽ അറിയാതെ പൊട്ടിമുളച്ചു പോകുമെന്ന് പറയുന്ന കവിയുടെ ആ ദേശത്തെക്കുറിച്ചുള്ള മങ്ങാത്ത ഓർമ്മകളാണ് ഈ കവിത മുന്നോട്ട് വെക്കുന്നത്. അത് വെച്ചുകൊണ്ട് തന്നെ വേണം നമുക്ക് ദേശവും എഴുത്തും ചർച്ച ചെയ്യാൻ, അല്ലേ? നോക്കൂ, എവിടേക്ക് പറിച്ചു നടപ്പെട്ടാലും തൻ്റെ തൂലികത്തുമ്പത്ത് എപ്പോഴെങ്കിലും എൻ്റെ പിറന്ന നാടിൻ്റെ ഭംഗി വരാറുണ്ട് എന്നുള്ള മഹത്തായ ആശയതലത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു കൃതി കൂടിയാണ് ദേശവും എഴുത്തും എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ മറുനാട്ടിൽ നിന്ന് എന്ന NK ദേശത്തിൻ്റെ കവിതയ്ക്ക് നമ്മുടെ യൂണിറ്റുമായി അടുത്ത ബന്ധമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെയാണോ മക്കളെ? നോക്കൂ നിങ്ങൾ, ദേശവും എഴുത്തും. നീരാവിയിലെ നീര് പോലെ ഓരോ എഴുത്തിലും ഒരു നാട് ഒളിച്ചിരിക്കുന്നു. വെരി ഇമ്പോർട്ടൻ്റ് ആയൊരു വരി തന്നെയാണ്. നീരാവി എന്ന് പറയുന്നത് നീരുള്ള പുക എന്നർത്ഥത്തിലാണല്ലോ. എന്നാൽ പുകയിൽ ഒരിക്കൽ നമ്മൾ നീര് കാണാറുണ്ടോ? അതെവിടെയെങ്കിലും തട്ടി ആ പ്രതലത്തിൽ വെള്ളം നിൽക്കുമ്പോഴല്ലേ അതിൻ്റെ ഉള്ളിൽ നീരുണ്ട് എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുന്നത്. നീരാവിയിൽ നീരുണ്ട് എന്നുള്ളത് അദൃശ്യമായൊരു വസ്തുവാണ്. ഉണ്ട് എങ്കിലും നമുക്ക് കാണാൻ കഴിയാത്ത വസ്തുവാണ്. അതുപോലെ ഓരോ എഴുത്തുകാരൻ്റെയും എഴുത്തിനുള്ളിൽ അറിയാതെ നീരാവിയിൽ നീര് പോലെ അവൻ്റെ ദേശത്തിൻ്റെ ഓർമ്മകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം, കോവിലൻ, അതുപോലെ നാരായൺ, അത് UA ഖാദർ, ഷീല ടോമി തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ദേശത്തിൻ്റെ ഓർമ്മകളാണ് ഇവിടെ പറയുന്നത്, അല്ലേ? കാരണം ഓരോ ദേശത്തിൻ്റെയും ഓർമ്മകൾ ഓരോ എഴുത്തുകാരും സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു ആശയ തലത്തിലേക്കാണ് ഈ പാഠഭാഗം മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എഴുത്തിലും അതിൻ്റേതായ വ്യത്യസ്തമായ പ്രത്യേകതയുണ്ട്. ഇനി നോക്കൂ, തട്ടകം, കോവിലൻ തട്ടകം എന്ന് പറഞ്ഞ ആത്മകഥാംശമുള്ള അല്ലെങ്കിൽ ആത്മാംശമുള്ള ഒരു കൃതിയാണ് തട്ടകം എന്ന് പറയുന്നത്. അതിൽ തൻ്റെ നാട് എങ്ങനെയൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത് നോക്കൂ. കിഴക്കും മുറിയിൽ കുന്നുകളുടെ നികന്നു നിൽക്കുന്ന നിര, തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന, വടക്ക് ചെറുകുന്ന, തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന, അല്ലേ? കുന്നുകളുടെ താഴ്വരയിൽ ഇരുട്ടടച്ച കവുങ്ങിൻ തോപ്പുകൾ, താഴെ കൊയ്ത്ത് കഴിഞ്ഞ് ഉഴുതുലർന്ന ഓരോടി നിലം, ആൽത്തേരിപ്പാടം, പാടത്തിനപ്പുറത്ത് തെങ്ങിൻ തോപ്പുകളായി പഞ്ചാര മണൽ പരപ്പിൽ നാടാകെ നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ തോടുകൾ, കുണ്ടനിടവഴികൾ. അത് അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ ഓർമ്മയാണ്. ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ കൈത്തോടുകളുമായി, കൈത്തോടുകൾ അവിടെ നിന്നൊന്ന് ഇവിടെ നിന്നൊന്ന് ഒത്തുചേരുമ്പോൾ ചെമ്മണ്ണൂർ താഴത്ത് ചൊവ്വല്ലു തോടായി. കാട്ടുപാടത്തെത്തുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് തെക്ക്, തൈക്കാടെത്തുമ്പോൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് മുപ്പിലിശ്ശേരിപ്പാടത്ത് കൂത്തമ്പലത്തിന് തൊട്ടപ്പുറത്ത് തലതല്ലി വലിയ തോട്ടിൽ ചേർന്നൊരു ത്രിവേണി എന്നും ആരും പറഞ്ഞില്ല. മൂന്നോട് കുലം കുത്തുന്ന സംഗമത്തിൽ നിരന്തരം ഉരുവപ്പെടുന്ന ചുഴിയിൽ കിഴക്കേ കരയിലെ കണ്ടങ്ങൾ വരമ്പിടിഞ്ഞ് മുന്നോടിക്കര മണപ്പുറം തെളിഞ്ഞു. ഇതാണ് തട്ടകം കോവിലൻ. എന്താണ് തട്ടകത്തിലൂടെ കോവിലൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? മറന്നു പോകാതെ എൻ്റെ മക്കൾ ഓർത്തു വെക്കൂ. തൻ്റെ നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് ഇവിടെ ദേശത്തിൻ്റെ ഓർമ്മയിലൂടെ കോവിലൻ വെളിപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ്? കിഴക്കുമുറിയിൽ കുന്നുകളുടെ നികന്ന നിര ഭൂമിശാസ്ത്ര പ്രത്യേകതയാണ്. പിന്നെ തെക്കേ അറ്റം തേട്ടിക്കുന്ന,
വടക്കൻ ചെറുകുന്ന്, തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന്, ഇങ്ങനെ തൻ്റെ പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള കുന്നുകളുടെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് കോവിലൻ തട്ടകത്തിലൂടെ വ്യക്തമാക്കുന്നത്. ക്ലിയർ ആണോ? പിന്നെന്താണെന്ന് നോക്കൂ മക്കള്. തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന്, താഴ്വരയിലെ തെങ്ങിൻ തോപ്പുകൾ, ആൽത്തേരി പാടം, തോടുകൾ, കുണ്ടൻ ഇടവഴികൾ, കൊഴുത്തു കഴിഞ്ഞ് ഉഴുതുമലർന്ന ഓരോടി നിലങ്ങൾ, ഇതൊക്കെ തൻ്റെ നാടിൻ്റെ ദൃശ്യഭംഗിയാണ്, ഭൂമിശാസ്ത്രപരമായ ദൃശ്യഭംഗിയാണ്. അപ്പം കോവിലൻ തട്ടകത്തിലൂടെ തൻ്റെ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഓർമ്മകളാണ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് നമ്മോട് പങ്കുവെക്കുന്നത്. ഇനി കുന്നുകളുടെയും പാടങ്ങളുടെയും തെങ്ങിൻ തോപ്പുകളുടെയും നികന്ന നിരയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ പ്രദേശത്തിൻ്റെ ജലസ്രോതസ്സുകളെ കുറിച്ച് കൂടി പറയുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ, മൂന്നോട് 3 തോടാണ്. ഇടത്തു ഭാഗത്തു നിന്നെത്തി ഒന്നിച്ച് ത്രിവേണി സംഗമം പോലെ ഒന്നിക്കുന്ന 3 തോടുകൾ. ആ തോടുകൾ വലിയൊരു തോടായി ഒഴുകുന്നു. ആ 3 തോടുകൾ സമ്മേളിക്കുന്ന ഭാഗത്ത് നിരന്തരമായി രൂപപ്പെടുന്ന നീർച്ചുഴികൾ തൻ്റെ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് അല്ലേ? വെള്ളപ്പൊക്കം, കരയിടിച്ചിൽ, മണൽപ്പുറം രൂപപ്പെടൽ, ഇങ്ങനെ എന്തൊക്കെ ദേശപ്രകൃതിയിലെ മാറ്റങ്ങളെക്കുറിച്ചും ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ എല്ലാ പ്രത്യേകതകളെയും വിലയിരുത്തുന്ന ഒരു ദേശ ഓർമ്മയാണ് കോവിലൻ്റെ തട്ടകത്തിലുള്ളത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. കാരണം അതിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് തൻ്റെ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. ക്ലിയർ ആണോ മക്കളെ? ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് അതിൽ അവതരിപ്പിക്കുന്നത്. ഇനി അടുത്ത നോക്കൂ നിങ്ങൾ. കൊച്ചേരത്തി നാരായൺ. കൊച്ചേരത്തി 1999 എന്താണ് നോവലാണ്. ഈ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയൊരു നോവൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൊച്ചേരത്തി എന്ന് പറയുന്നത്. കൊച്ചേരത്തി മുന്നോട്ട് വെക്കുന്ന ആശയം എന്തൊക്കെയാണ് മക്കളെ? എന്തൊക്കെയാണ് നോക്കൂ, ഇവിടെ നോക്കൂ. പ്രകൃതിയോടും രോഗങ്ങളോടും കാട്ടുമൃഗങ്ങളോടും ഏറ്റുമുട്ടി ജീവിക്കുന്ന ഇവർക്ക് മനുഷ്യരാൽ ഉണ്ടാകുന്ന ദണ്ഡങ്ങൾ ഇതിൽ ഹൃദയസ്പർശി, അതായത് കാട്ടിൽ വസിക്കുന്ന ജനങ്ങളുടെ ജീവിത രീതിയും കൃഷിയുമൊക്കെയാണ് ദേശോർമ്മയിൽ പങ്കുവെക്കുന്നതെങ്കിലും കൊച്ചേരത്തി മുന്നോട്ട് വെക്കുന്നത് കാട്ടാളന്മാരുടെ ജീവിതത്തിലേക്ക് നാട്ടാളന്മാർ പ്രവേശിച്ചപ്പോൾ കാട്ടാളന്മാർക്കുണ്ടായ വേദന കൂടി പങ്കുവെക്കുന്നുണ്ട് കൊച്ചേരത്തി എന്ന് പറയുന്ന നോവൽ കേട്ടോ. പലപ്പോഴും ഒരു ഗോത്ര ജനവിഭാഗത്തിന് അവരുടേതായ ജീവിത രീതിയും അവരുടേതായ ജീവിത താളവുമുണ്ട്. പലപ്പോഴും നാട്ടിൽ നിന്നും കാട്ടിലേക്ക് ചേക്കേറുന്നവർ അവരുടെ പ്രകൃതിയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആ ജനതയുടെ ജീവിത താളം നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. അതിൻ്റെ സ്പഷ്ടമായൊരു ഉദാഹരണമാണ് മലയാളം സെക്കൻഡിൽ നിങ്ങൾ പഠിക്കുന്ന കെത്തളു എന്ന് പറയുന്ന എട്ടക്കൂരി എന്ന് വിളിക്കുന്ന ആ പാഠഭാഗം. നാരായൺ തൻ്റെ കൊച്ചേരത്തി എന്ന് പറയുന്ന പാഠഭാഗത്ത് അതുകൂടി ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. കാടിൻ്റെ താളത്തിനനുസരിച്ച് ജീവിതതാളം കണ്ടെത്തുന്ന ഗോത്ര ജനവിഭാഗത്തിന് നാട്ടിൽ നിന്നും എത്തുന്നവരുടെ ഇടപെടൽ കൊണ്ടുണ്ടാകുന്ന താളപ്പിഴകൾ കൃത്യമായി അവതരിപ്പിക്കുന്ന നോവൽ കൂടിയാണ്. ഇവിടെ ഒരു ജനതയുടെ കൃഷിയും ജീവിത രീതിയുമാണ് കൊച്ചേരത്തിയിലൂടെ നാരായൺ അവതരിപ്പിക്കുന്ന ദേശപ്പെരുമ എന്ന് പറയുന്നത്. മറക്കരുത്, നമ്മുടെ കോവിലൻ തട്ടകത്തിൽ തൻ്റെ നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ നാരായൺ തൻ്റെ കൃതിയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു ജനതയുടെ കൃഷിയും ജീവിത രീതിയുമാണ്. ഓക്കെയാണോ മക്കളെ? നോക്കൂ, പെലത്തിൻ്റെ കൃഷിയുടെ നടുവിൽ മരുതിൻ ചുവട്ടിലാണ് കഞ്ഞിപ്പര, മരുതിന് മുകളിൽ ഏറുമാടം. അവരുടെ ജീവിതത്തിൻ്റെ കൃഷിയും ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് അല്ലേ? കൊച്ചുരാമൻ കഞ്ഞിപ്പരയിൽ കടന്നു, വാരിയിൽ തൂക്കിയിട്ടിരിക്കുന്ന മുളംകുറ്റി എടുത്തു. വാരിയിൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ആ ചെരിഞ്ഞ ഭാഗത്ത് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന മുളംകുറ്റി എടുത്തു. അതിൽ നിന്നും ഉണങ്ങിയ പനമ്പഞ്ഞിയും ഒരു കഷ്ണം ഉരുക്കും അടുപ്പിലെ കരിക്കട്ടകൾ ഊടി ചാരം കളഞ്ഞ് ചേർത്ത് വെച്ച് അടുത്തുണ്ടായിരുന്ന ഉരുളൻ വെള്ളാരം കല്ല് പൊടി തുടച്ച് കയ്യിലിട്ട് തിരുമ്മി ചൂടാക്കിയ പനമ്പഞ്ഞി കരികൾക്കിടയിലാക്കി പഞ്ഞിയോട് ചേർത്ത് പിടിച്ച വെള്ളാരം കല്ലിൽ ഉരുക്ക് കഷ്ണം ശക്തിയായിട്ട് ഉരച്ചു. പാറി വീണ തീപ്പരുകൾ പഞ്ഞിയിൽ പടർന്നു.
മെല്ലയൂതി തീ പെരുക്കി. അപ്പോഴേക്കും കുഞ്ഞാതിച്ചൻ 2 മുളംകുറ്റികൾ നിറയെ വെള്ളം കൊണ്ടുവന്നു. പഴയ മൺകലത്തിൽ ഒരു പിടി അരി കഴുകിയിട്ട് അടുപ്പത്താക്കി. നോക്കൂ, അവരുടെ ആ ജീവിതത്തിൻ്റെ തനിമ കൃത്യമായി അവതരിപ്പിക്കില്ലേ? കാർഷിക ജീവിതത്തോടനുബന്ധിച്ചുള്ള അവരുടെ ജീവിത രീതി. പനമ്പഞ്ഞിയിൽ വെള്ളാരം കല്ല് ഉരുക്കുമായിട്ട് കൂട്ടി ഇറച്ചിക്കൊണ്ടുണ്ടാക്കുന്ന തീ അല്ലേ? പ്രാകൃത ജനത എന്നും അല്ലെങ്കിൽ ഗോത്രവർഗ ജനതയുടെ ജീവിതത്തിൻ്റെ മനോഹരമായൊരു ചിത്രം നാരായൺ ഈ ഭാഗത്ത് നമുക്ക് നൽകുന്നുണ്ട്. കഞ്ഞിപ്പെര അല്ലേ, ഏറുമാടം, അതൊക്കെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ഏറുമാടത്തിന് അല്ലറ ചില്ലറ പണികൾ ബാക്കിയുണ്ട്. കീറി ഉണക്കി ചുരുളായി കെട്ടിയ ചൂരൽ വള്ളിയുമായി കുഞ്ഞാതിച്ചൻ പുറത്തിറങ്ങി. മരത്തിൽ ചേർത്ത് കെട്ടിയ കല്ലൻ മുള ഏന്തി. കല്ലൻ മുള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറിപ്പോകാൻ സ്റ്റെപ്പ് പോലെ ഉണ്ടാകുന്ന മുള കൊണ്ടുണ്ടാക്കിയ ഏണിയുണ്ട്. കല്ലൻ മുളയേണി എന്ന് പറയുന്ന അതിനെയാണ്. അതിൻ്റെ കമ്പുകൾ വാക്കത്തി മാട് കൊണ്ട് തട്ടി നോക്കി. മാടെന്ന് പറഞ്ഞാൽ വാക്കത്തിയുടെ പിൻഭാഗം, മൂർച്ചയില്ലാത്ത ഭാഗത്തിനാണ് മാട് എന്ന് വിളിക്കുക കേട്ടോ. അതൊക്കെ ആ ഒരു പദപ്രയോഗമാണ് കേട്ടോ. മാട് കൊണ്ട് തട്ടി നോക്കി. കുഞ്ഞാതിച്ചൻ മുകളിലേക്ക് കയറി പറയെ കൊച്ചുരാമനും. അപ്പോൾ ഇതാണ് കൊച്ചേരത്തി എന്ന് പറയുന്നത്. നാരായൺ അല്ലെ, നാരായണൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഗോത്രവർഗ ജനതയുടെ ഭക്ഷണ രീതിയും ദരിദ്രൻ്റെ പക്ഷം നിന്നുകൊണ്ട് അവരുടെ ജീവിത രീതിയും മലയാളിക്ക് കൃത്യമായി പരിചയപ്പെടുത്തി കൊടുത്തിയ എഴുത്തുകാരൻ കൂടിയാണ് നാരായണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പനങ്കുറുക്കും താളുകറിയും തുടങ്ങി കുറേ പാഠങ്ങൾ ഇതിനു മുൻപുള്ള വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ട്. ഒരു ജനതയുടെ ജീവൽ സ്പന്ദിയ അല്ലെങ്കിൽ ഒരു ജനതയുടെ ജീവൽ സ്പന്ദനങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രചനകളാണ് നാരായണൻ്റെ എഴുത്തുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് മക്കൾ ഓർത്ത് വെക്കുക. കൊച്ചേരത്തി. അപ്പോൾ ഒന്ന് നമ്മൾ കൃഷിയിടത്തിന് നടുവിലെ മരുതിൻ ചുവട്ടിലെ കഞ്ഞിപ്പര, ലളിതമായ ജീവിതം അല്ലേ? ഒരു കർഷക സമൂഹത്തിൻ്റെ ജീവിത ലാളിത്യം, ലളിതമായ ജീവിതത്തിനെ സൂചിപ്പിക്കുന്നുണ്ട് ആ കഞ്ഞി വെക്കുന്നത്. പിന്നെ ഏറുമാടങ്ങളിലെ ജീവിതം അല്ലേ, അത് വരച്ചു കാണിക്കുന്നുണ്ട്. കല്ലൻ മുളയേന്തി മരം കയറുന്ന കാഴ്ച ഒരു ദൃശ്യഭംഗി നമുക്ക് നൽകുന്നുണ്ട്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ജൈവിക ബന്ധം, അവർ തമ്മിലുള്ള ഒരു ജീവബന്ധമുണ്ട്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അതും നമുക്ക് പഠിക്കാനുള്ള ദേശോർമ്മയിൽപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വാസസ്ഥലം, ഭക്ഷണം, തൊഴിൽ, ആയുധങ്ങൾ അല്ലേ? കൃഷിയിടങ്ങളെ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ കാവൽപ്പുരകളായി ഏറുമാടങ്ങൾ. അതാണ് പ്രത്യേകത കേട്ടോ. അവിടെ ഏറുമാടം എന്ന് പറയുന്നത് കേവലം ഒരു മരത്തിന് മുകളിൽ വെച്ച് കെട്ടി ഉണ്ടാക്കിയ വീടല്ല. അവരുടെ കൃഷിയിടങ്ങളിൽ കയ്യേറ്റം നടത്തുന്ന മൃഗങ്ങളെ തുരത്തി ഓടിക്കാൻ കൂടിയാണ് ഏറുമാടങ്ങൾ. കൃഷിയിടങ്ങളുടെ നടുവിൽ മരങ്ങളിൽ ഏറുമാടം കെട്ടുന്നത് അതും അവരുടെ ജീവിതവും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. കേവലം ഒരു ഏറുമാടം മാത്രമല്ല. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു തുടർച്ച കൂടി, അല്ലെങ്കിൽ അവരുടെ കാർഷിക ജീവിതത്തിൻ്റെ വ്യക്തത നൽകാൻ ആ ഏറുമാടം എന്ന പ്രയോഗത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉണങ്ങിയ പനമ്പഞ്ഞിയും ഉരുക്കും ഉപയോഗിച്ച് തീ ഉണ്ടാക്കുന്ന രീതി, മുളംകുറ്റിയിൽ കൊണ്ടുവരുന്ന വെള്ളം, മൺകലത്തിൽ വേവുന്ന അരി, ഏറുമാടത്തിന് അറ്റകുറ്റപ്പണികൾക്കായി അദ്ദേഹം പോകുന്ന പോക്ക്, ഇതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ താളമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? ഒരു ജീവിത താളം. പലപ്പോഴും നമ്മളൊക്കെ നഗരത്തിൽ ജീവിക്കുന്ന നമ്മൾ താളം തെറ്റിയ ജീവിതം നയിക്കുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങി കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഗോത്ര ജനതയ്ക്ക് അവരുടേതായ ഒരു ജീവിത താളവും ഭംഗിയുമുണ്ട് എന്നുകൂടി നമുക്ക് വ്യക്തമാക്കി തരാൻ എന്തിന് സാധിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഭാഗത്ത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക. അപ്പം കൊച്ചേരത്തി കൃത്യമായി മനസ്സിലായി. ഇനി അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ യു.എ. ഖാദറിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ 3 ദേശത്തിൻ്റെ ഓർമ്മകളാണ് നമ്മളുമായി പങ്കുവെക്കുന്നത്. 3 ദേശത്തിൻ്റെ ഓർമ്മകളാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത് എന്ന് കൂടി നമ്മൾ ഓർത്ത് വെക്കുക. ജന്മദേശത്തെക്കുറിച്ചുള്ള ചിതറിയ ചിത്രങ്ങളും ആ സങ്കട കണികളും ഒന്നൊന്നായി ഇടവിട്ട് കോർത്തു ഒരു കഥയാക്കുവാനുള്ള എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. ചോദ്യം മനസ്സിൽ ഊറിക്കൂടുന്നു. ഏതാണ് എൻ്റെ ദേശം? പെറ്റു വളർന്ന ബർമ്മയിലെ ബില്ലിൻ എന്ന ഗ്രാമമോ? മാപ്ല എലിമെൻ്ററി സ്കൂൾ മുതൽ ബോർഡ് സ്കൂൾ വരെ പഠിച്ച് ഉസ്താങ്ങാൻ്റെ യകം എന്ന തറവാട്ട് വീട്ടിൽ ഒറ്റയാനായി കഴിഞ്ഞു വളർന്ന് വലുതാവുന്നതിനിടയിൽ ചവിട്ടി നടന്ന മണൽപാതകളും വള്ളികളും
പള്ളികളും പള്ളിക്കുളങ്ങളും പ്രാകൃതാചാര വിശ്വാസങ്ങളും ജീവിതശീലങ്ങളും സമ്മാനിച്ച കാവൽക്കണ്ടി ദേശമോ, പെണ്ണും പെടക്കോഴിയും ഞാനെന്ന സ്വത്വത്തിന് മേൽവിലാസവും പെരുമയും കരിഞ്ഞ് സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് കിടക്ക ഒരുക്കിയ തൃക്കട്ടൂർ ദേശം, പാലൂർ ദേശം. തൃക്കട്ടൂർ, പാലൂർ ദേശം. അപ്പോൾ 3 ദേശത്തെക്കുറിച്ചാണ് യു എ ഖാദർ ഇവിടെ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് തൻ്റെ ബാല്യകാലം ജനിച്ചു വളർന്ന ബാല്യകാലം പിന്നിട്ട ബില്ലിംഗ് എന്ന് ബർമയിലെ ബില്ലിൻ എന്ന് പറയുന്ന ഗ്രാമം, തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ഉസ്താങ്ങാൻ്റെ അകം എന്ന തറവാട് വീട് ഉൾക്കൊള്ളുന്ന പ്രാകൃത ജീവിതം സമ്മാനിച്ച കോവിൽക്കണ്ടി ദേശം, പിന്നെ തന്നെ വാർദ്ധക്യം ജീവിച്ചു തീർത്ത തൃക്കൊട്ടൂർ അംശം പാലൂർ ദേശം. ഇങ്ങനെ 3 ദേശം. ഏതാണ് എൻ്റെ കൃത്യമായ ദേശപ്പെരുമ എന്ന് പറയാൻ പറ്റില്ല. കാരണം 3 ദേശത്തും തനിക്ക് തൻ്റേതായ ഓർമ്മകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തുപോലെ? നീരാവിയിൽ നീരെന്ന പോലെ. മനസ്സിലായോ? ബർമയിലെ ബില്ലിംഗ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് തൻ്റെ ബാല്യം കഴിച്ചു കൂട്ടിയത്. പിന്നെയോ ഇവിടെയാണ് കോവിൽക്കണ്ടി ദേശത്താണ് തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. തൃക്കൊട്ടൂർ അംശം പാലൂർ ദേശത്താണ് തൻ്റെ വാർദ്ധക്യവും വിവാഹാനന്തര ജീവിതവും നയിച്ചത്. അവിടെയാണ്. അപ്പോൾ 3 ദേശത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണയാണ് ആര് നൽകുന്നത്? ഈ പാഠഭാഗത്തിലൂടെ അദ്ദേഹം നൽകുന്നത്. നോക്കൂ, ഖാദർ പലവട്ടം സ്വയം ചോദിച്ചിട്ടുണ്ട് സ്വന്തം ദേശം ഏതാണെന്ന്. കുട്ടിക്കാലത്തും അങ്ങനെ 3 ദേശത്തെക്കുറിച്ചും. അപ്പോൾ 3 ദേശത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ചുള്ളതാണ് ആരുടെ? യു എ ഖാദറിൻ്റെ ദേശത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത്. എനിക്കറിയില്ല. ബില്ലിൻ എന്ന ഹൃദയദേശം, പന്തലായിനി അംശം കോവിൽക്കണ്ടി ദേശവും, തൃക്കൊട്ടൂർ അംശം പാലൂർ ദേശവും എൻ്റെ ജീവിത വിലാസങ്ങളുടെ ദേശവും ദേഹിയും. ദേഹി ആത്മാവാണ്. ദേഹം ശരീരമാണ്, ദേഹി ആത്മാവാണ്. ഇടങ്ങൾ ഉൾക്കൊള്ളുന്ന ദേശദ്വയം 2 ദേശം. ദേശദ്വയം 2 ദേശം. ഇങ്ങനെ അറുത്ത് മുറിച്ച് പറയാനും എനിക്ക് ശക്തി പോരാ. അപ്പോൾ ഏത് ദേശമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശമെന്ന് ചോദിച്ചാൽ എനിക്കതിന് കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കില്ല. കാരണം 3 ദേശവും ജന്മനാട് പിന്നെ ബർമയിലെ ബില്ലിംഗ് ഗ്രാമം വലിയ സമ്മാനം. കാരണം കുട്ടിക്കാലമാണ്. പക്ഷേ ഈ ദേശദ്വയം തൃക്കണ്ടിയൂർ എവിടെയൊക്കെ തൃക്കോട്ടൂർ അംശം പാലൂരും പന്തലായനിയിലെ കോവിൽക്കണ്ടിയും തനിക്ക് നൽകിയത് വലിയ ഓർമ്മകൾ തന്നെയാണ് എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് അദ്ദേഹം പാഠഭാഗം അവസാനിപ്പിക്കുന്നത്. ഇനി ഷീല ടോമിയുടെ വല്ലി എന്ന നോവലിൽ നിന്നും എടുത്തൊരു ഭാഗമാണ്. അതും കൂടി ഒന്ന് നോക്കാം നമുക്ക്. കശുമാമ്പഴത്തിൻ്റെ വാസന മറഞ്ഞപ്പോൾ നാടെങ്ങും കാപ്പിക്കുരുവിൻ്റെ നറുമണം പരക്കുകയായി. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഷീല ടോമി വയനാട് എന്ന് പറയുന്ന ഗ്രാമത്തെ അടയാളപ്പെടുത്തുന്നത്. കരിയില മൂടിയ കുന്നിൻപുറങ്ങളിൽ ഇരുണ്ട കാപ്പിമണികൾ സുവർണകാലത്തിൻ്റെ ചുവന്ന മുത്ത് വിതറി. റബ്ബറും കുരുമുളകും ഇഞ്ചിയും മാറി മാറി കുന്നു കയറുമ്പോഴും കുന്നുകൾക്കിടയിൽ പച്ചമഞ്ഞൾ പാടങ്ങൾ നീണ്ടു പരന്നു കിടന്നു. കൈമനെല്ലിൻ്റെ വാസനയുള്ള കൊയ്ത്തുകാലങ്ങൾ, ചിരട്ടക്കൂന മാതിരി മുള പൊട്ടുന്ന കപ്പക്കൂടങ്ങൾ, കപ്പവാട്ട് കല്യാണത്തിന് പെട്രോൾ മാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേ കുന്നും ഇങ്ങേ കുന്നും. കണ്ടോ? അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ കാർഷിക സംസ്കാരത്തിൻ്റെ വലിയ ഒരു ചിത്രം ഷീല ടോമി വല്ലി എന്ന നോവലിലൂടെ നൽകുന്നുണ്ട് അല്ലേ? മാറി മാറി വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള സൂചന. കപ്പ വാട്ട് കല്യാണം, അതൊരു മക്കൾക്ക് അറിയുമെന്നറിയില്ല, നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ ഒരു കാലത്ത് നടത്തിയിരുന്ന ആഘോഷമായിരുന്നു ഇത്. എന്താണെന്നറിയോ? ഏക്കറ കണക്കിന് പാടങ്ങളോ അല്ലെങ്കിൽ പറമ്പുകളിലോ കപ്പ നടും. ഈ കപ്പ പറിച്ചെടുക്കുമ്പോൾ കുന്നോളം കിൻഡൽ കണക്കിന് കപ്പയുണ്ടാകും. അവയെല്ലാം എന്താക്കുന്നറിയോ? തൊലി കളഞ്ഞ് അരിഞ്ഞ് പുഴുങ്ങി ഉണക്കാനിട്ട് ഉണക്കി വാട്ടക്കപ്പയാക്കി വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കും. അതായിരുന്നു ഒരു കാലഘട്ടത്തെ കുടിയേറ്റ കർഷകരായ നസ്രാണികളുടെ ജീവിതത്തിലെ ബ്രേക്ക്ഫാസ്റ്റുകൾ സ്ഥിരമായി ഉണ്ടായിരുന്ന അതായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടോ, തിരുവമ്പാടി എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമത്തിൽ പലപ്പോഴും അച്ചായന്മാരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി സഹോദരങ്ങളുടെ വീടുകളിൽ നിന്നും പല തവണകളിലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വാട്ടക്കപ്പയും മീൻകറിയും കൂട്ടിയിട്ടുണ്ട് ഞാൻ. അങ്ങനെ ആ കപ്പ വാട്ടുന്ന ആ ഒരു ആഘോഷത്തിനാണ് കപ്പ വാട്ട് കല്യാണം എന്ന് വിളിച്ചിരുന്നത്.
പെട്രോൾ മാക്സ് ആണ്, അന്ന് കറണ്ടില്ല, പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്തിൽ അതൊക്കെ ആ കാർഷിക ഗ്രാമത്തിൻ്റെ മനോഹരമാണ്. അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നും ചേർന്നുകൊണ്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് നടത്തുന്ന കപ്പവാട്ടുകൾ. അന്നെല്ലാം രാവേറെ നീളുന്ന ഉണ്ടക്കണ്ണൻ കുമാരൻ്റെ നുണക്കഥയ്ക്കായി ദേശം ഉറങ്ങാതിരുന്നു. പുഴുങ്ങി വാട്ടി വെയിലത്തുണക്കി പാകമാക്കിയ മരച്ചീനി ചീന്തുകൾ മുളമ്പത്തായങ്ങളിലും ചാക്കുകളിലും കയറിക്കൂടി വിറകടുപ്പിലെ മുകളിലെ ചേരുകളിൽ തിങ്ങി ഞെരുങ്ങി ദീർഘസുഷുപ്തിയിലാണ്ടു. ദീർഘസുഷുപ്തി, നീണ്ട ഉറക്കം. കപ്പ വാട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പിന് വിറകടുപ്പുള്ള വീടുകളുണ്ടായിരുന്നു പണ്ട്. ആ വിറകടുപ്പിന് മുകളിൽ ചേവെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും. അതായത് ഇതിൽ നിന്ന് പോകുന്ന പുക കൂടി അതിൽ തട്ടിയിട്ട് ചൂടായി അത് ഉറയ്ക്കണം. അങ്ങനെ മനോഹരമായ ഒരു ഗ്രാമവിശുദ്ധിയെ, ഗ്രാമീണ ജനതയുടെ കാർഷിക വൃത്തിയെ, അവിടെ നടത്തിയിരുന്ന വ്യത്യസ്തങ്ങളായ കൃഷി ഉൽപ്പന്നങ്ങളെ, കപ്പവാട്ടെന്ന് പറയുന്ന ഗ്രാമങ്ങളെ ഒന്നിപ്പിച്ചിരുന്ന, അങ്ങേ കുന്നിനെയും ഇങ്ങേ കുന്നിനെയും ഒന്നിപ്പിച്ച് ഒരു കൂട്ടായ്മയുടെ ഉത്സവമാക്കി മാറ്റിയ കപ്പവാട്ട് കല്യാണം പിന്നീടൊന്നോ എങ്ങനെയോ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണു. കൃഷിയെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ നിരന്തരമില്ലാതെയായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയെക്കുറിച്ചുള്ള ആശങ്കയും മറക്കരുത്. ഷീല ടോമി നമ്മോട് പറയാതെ പറയുന്നുണ്ട് കേട്ടോ. കുന്നുകളില്ലാതെയായി പോകുന്ന അവസ്ഥ, പ്രകൃതി കേൾക്കുന്ന കനത്ത പ്രഹരം, പിന്നെ പാടങ്ങൾ മാഞ്ഞു പോകാനും അല്ലേ, മാഞ്ഞു പോകുന്ന പാടങ്ങൾ പ്രകൃതിയുടെ ഇന്ന് നാം കാണുന്നതാണ്. തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ കാണാണ്ടായി, തമ്മിൽ അറിയാണ്ടായി. ഇന്നുമുണ്ട് കല്ലുവയൽ, പഴങ്കഥകളുടെ കല്ലുവയൽ, പഴങ്കഥകൾ മാത്രമായി മാറുന്നു. പ്രകൃതി ഇല്ലാതെയാകുന്നതോടെ മനുഷ്യൻ്റെ ബന്ധങ്ങളും അകന്നു പോകുന്നുണ്ട്. ഇന്ന് അങ്ങേ കുന്നില്ല ഇങ്ങേ കുന്നില്ല, കുന്നുകളെല്ലാം അപ്രത്യക്ഷമാകുന്നു. ആ കുന്നുകൾ അപ്രത്യക്ഷമാക്കിയത് എവിടേക്കാ? വയലുകളിലേക്കാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വയലുകളും കുന്നുകളും ഒരേപോലെ ഇല്ലാതെയാകുന്ന, പ്രകൃതി കേൾക്കുന്ന അതികഠിനമായ ആഘാതത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന നൽകുന്നുണ്ട് ഈ ഷീല ടോമിയുടെ പാഠം എന്ന് പറയുന്നത്. അത് അത്രയുമാണ്. നോക്കൂ, പ്രകൃതി ഗന്ധങ്ങൾ, ദൃശ്യങ്ങൾ, കശുമാമ്പഴത്തിൻ്റെ വാസന, കാപ്പിപ്പൂവിൻ്റെ നറുമണം പ്രകൃതിയിലെ ചില സൂചനകളാണ്. കുരുമുളക് തോട്ടത്തിലെ ഇഞ്ചി കൃഷിയും, നീണ്ടു പരന്നു കിടക്കുന്ന പച്ചമഞ്ഞ വയൽപ്പാടങ്ങൾ, കൈമ നെല്ലിൻ്റെ ഗന്ധമുള്ള കൊയ്ത്തുകാലം, കപ്പ കൂടങ്ങൾ, വിറകടുപ്പിന് മുകളിൽ നിൽക്കുന്ന കപ്പകൾ, അതിനെക്കുറിച്ച് രൂപം, പിന്നെ ദേശം ഉറങ്ങാതിരുന്നു കൊണ്ട് കേട്ടിരുന്ന കെട്ടുകഥകൾ അല്ലേ, അങ്ങനെയുള്ള പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് അശാസ്ത്രീയമായ ഭൂവിനിയോഗം, അശാസ്ത്രീയമായ ഭൂമി ഉപയോഗിക്കൽ, പിന്നെ ബന്ധങ്ങളുടെ നഷ്ടം തുടങ്ങിയവയും പറയാതെ പറയുന്നുണ്ട് ഷീല ടോമി. എന്തിലൂടെ? വല്ലിയിലൂടെ. ഇതിലുള്ള ചോദ്യങ്ങളൊന്നും നോക്കാം നമുക്ക്. എഴുത്തുകാർ ദേശത്തെ ആവിഷ്കരിച്ച് പരിചയപ്പെട്ടല്ലോ, അവരുടെ സവിശേഷതകൾ എഴുതുക. നെടുതായി വളർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങൾ വല്ല വനദേവതയുടെയും ഘോഷയാത്രയിൽ പിടിക്കപ്പെട്ട പച്ചക്കുടകൾ പോലെ കാണാനുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മയിൽ CV രാമൻപിള്ളയാണ് തെക്കേ അറ്റത്ത് തേറ്റിക്കുന്ന തട്ടകം. ദൃശ്യാനുഭവങ്ങൾ സൃഷ്ടിക്കാൻ ഈ വാക്യങ്ങൾ സാധിക്കുന്ന നല്ലൊരു ദൃശ്യാനുഭവമാണ്. നികന്നു നിൽക്കുന്ന കുന്നുകളും അതുപോലെ തന്നെ മനോഹരമായ പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും തോടുകളും കുണ്ടനിടവഴികളും ഒക്കെ കോവിലൻ പറയുമ്പോൾ തൊട്ടപ്പുറത്ത് പാലക്കാട് ചെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കരിമ്പനകൾ വിടർന്നു നിൽക്കുന്ന കരിമ്പന ഓലകൾ അല്ലേ. അപ്പോൾ അത് നല്ല ഒരു ദൃശ്യാനുഭവം നൽകുന്നുണ്ട്. അതാണിതിലെ പ്രധാനപ്പെട്ടത്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് മക്കളെ ഓർക്കേണ്ടത് 3-4 പേരുടെ ദേശോർമ്മകളിൽ 4 സൈസാണ്. താങ്ക് യു എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം അല്ലേ. കോവിലൻ്റെ തട്ടകത്തിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണെങ്കിൽ നാരായണൻ്റെ ദേശത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? അവരുടെ ഗോത്രജനവിഭാഗങ്ങളുടെ ജീവിത രീതി, അവരുടെ കൃഷി രീതി, അവരുടെ കഞ്ഞിപ്പരകൾ, ലളിതമായ ജീവിതത്തിൻ്റെ പ്രതീകമാണ് കഞ്ഞിപ്പര. കൃഷിയിടങ്ങളിലെത്തുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ വേണ്ടി അവർ നിർമ്മിക്കുന്ന ഏറുമാടങ്ങൾ അല്ലേ, മരവീടുകൾ, ഇവയൊക്കെയാണ്. എങ്കിൽ യുവഗാഥറിനെ സംബന്ധിച്ചിടത്തോളം 3 ദേശത്തിൻ്റെ ഓർമ്മകളാണ്. പിന്നെ ബർമയിലെ ബില്ലിൻ, അതേപോലെ കോവിൽക്കണ്ടി, പാലൂര്, ഇങ്ങനെയുള്ള 3 ദേശങ്ങളുടെ ഓർമ്മകളാണ് പങ്കുവയ്ക്കുന്നതെങ്കിൽ
ഷീല ടോമി വയനാടിൻ്റെ മനോഹാരിതയും ഒപ്പം അവിടുത്തെ വ്യത്യസ്തങ്ങളായ കൃഷി രീതിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ അശാസ്ത്രീയമായ ഭൂവിനിയോഗത്തിലൂടെ പ്രകൃതി നിരന്തരം ഇല്ലാതെയാവുകയും ആ പ്രകൃതി ഇല്ലാതെയാകുമ്പോൾ ബന്ധങ്ങളില്ലാതെയാവുകയും ചെയ്യുന്ന വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളും ഉൾച്ചേർന്നുകൊണ്ടാണ് ഷീല ടോമി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും ക്ലിയറാണ് എൻ്റെ കുഞ്ഞുമക്കൾക്ക്? ക്ലിയറാണോ മക്കളെ? ഓക്കെ, എങ്കിൽ താങ്ക് യു. അപ്പോൾ നമുക്ക് ആലപ്പുഴ വെള്ളം എന്ന പാഠഭാഗവുമായി അടുത്ത ക്ലാസ് കാണാം. അതുവരയ്ക്കും